നമസ്കാരം. സുരേഷ് ഗോപി എവിടെ തൊട്ടാലും വിവാദമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി നടത്തിയ കുറേ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം. ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനുള്ള പ്രധാന കാരണം AIYF നേതാവ് AS ബിനോയ് എന്ന് പറയുന്ന ആള് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് വേണ്ടി മതത്തെ ഉപയോഗിച്ചു, ആ ദിവസം തന്നെ മതത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മതചിഹ്നങ്ങൾ പ്രചരിപ്പിക്കുക, രാമൻ്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക തുടങ്ങിയ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് താൻ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അത് മാത്രമല്ല, ഒരു പെൻഷൻ, അനാവശ്യമായി പെൻഷൻ നൽകുക, അതിനൊന്നും വകുപ്പ് സുരേഷ് ഗോപിയുടെ കയ്യിലില്ല. അദ്ദേഹം MP ആയിട്ടിരിക്കുമ്പോൾ, രാജ്യസഭ MP ആയിരുന്ന കാലഘട്ടം അനുസരിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ തുക എടുത്ത് ചിലരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കുക, അതോടൊപ്പം തന്നെ ചില സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വഴി ആളുകളോട് പെൻഷൻ വാഗ്ദാനം ചെയ്യുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപി അവിടെ നടത്തിയത് എന്ന് ആണ് ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചു. അതൊരു മതപരമായ കാര്യമാണ്. അവിടെ തൃശ്ശൂർ വേണം, എനിക്കിത് വേണം, ഞാനിങ്ങ് എടുക്കുക, ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഏറെക്കാലമായി തൃശ്ശൂരിൽ തന്നെ തമ്പടിച്ചിരിക്കുകയായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള സുരേഷ് ഗോപി ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ കാറും ഓടിച്ച് തൃശ്ശൂർ പോയിട്ട് അവിടുത്തെ കുറേയധികം പെൺകുട്ടികൾക്ക് കൈനീട്ടം സ്വന്തം കാറിൽ ഇരുന്നു കൊണ്ട് വിഷുവിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സുരേഷ് ഗോപി കാലിങ്ങനെ നീട്ടി വെച്ചു കൊടുക്കും. ഈ 1 രൂപ നാണയം മേടിക്കുന്നവർ പോയി കാലിൽ തൊട്ട് തൊഴുതിട്ട് പോവുക. അപ്പോൾ ഒരു പഴയ ഒരു രാജഭരണ രീതികളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ നടപടി. അതൊക്കെ അതിനെ വിമർശനാത്മകമായി പലരും സമീപിച്ചപ്പോൾ മാക്രിക്കൂട്ടങ്ങൾ എന്ന് വിളിച്ചിട്ടാണ് അത്തരക്കാരെ സുരേഷ് ഗോപി നേരിട്ടത്, അല്ലേ? അങ്ങനെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മാക്രിക്കൂട്ടങ്ങൾ എന്ന് വിളിച്ച് അതിനെ ആ വിമർശനത്തെ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ രീതിയിലൊക്കെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണോ? 1 രൂപ നാണയം കൊടുക്കുന്നത് തെറ്റല്ല. മതപരമായി ഉള്ള ഒരു ചടങ്ങെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതൊക്കെ ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ വിഷുവാണ്. അപ്പോൾ വിഷുവിന് സ്വന്തം നാട്ടിലുള്ള കുറച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ 1 രൂപ നാണയം കൊടുക്കുന്നത് കുഴപ്പമില്ലാത്തൊരു ഏർപ്പാടാണ്, ശരിയാണ്, സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വെൽഫെയർ എന്ന് പറയുന്ന കാറിനകത്ത് കാല് നീട്ടി വെച്ചുകൊണ്ട് പുറത്തേക്ക് എത്തുന്നവരെ അവർ വന്നിട്ട് കാൽ തൊട്ട് വണങ്ങി പോകണമെന്ന് പറയുന്ന ഒരു ആചാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് പ്രശ്നം. കൈനീട്ടം മേടിക്കുന്ന എല്ലാവരും കാല് തൊട്ട് വണങ്ങിയിട്ട് പോകാറില്ല. അപ്പോൾ ആ ഒരു ആചാരം ഒരു പ്രശ്നമായിപ്പോയി, കുറച്ചൊക്കെ കടന്ന കൈയായിപ്പോയി. ലൂർദ് മാതാവിന് കിരീടം കൊടുക്കുന്നത് അത്ര തെറ്റായ കാര്യമില്ല. സ്വർണ്ണ കിരീടം കൊടുക്കുന്നു. അക്കാലഘട്ടത്തിൽ അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്നുള്ള തർക്കം വന്നു. ഒടുവിൽ സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് വരെ ആൾക്കാരെ വിളിച്ചു തുടങ്ങിയ സാഹചര്യം. ഇങ്ങനെയെല്ലാം ചെയ്തതിന് പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും തൃശ്ശൂർ പിടിച്ചെടുക്കുക. കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തുന്നു, ആ കല്യാണത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, നരേന്ദ്രമോദി അടക്കം കല്യാണത്തിന് പങ്കെടുക്കുന്നു. സുരേഷ് ഗോപി ഇടപെട്ടിട്ട് തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി വരുന്നു. സ്ത്രീകൾക്ക് കുറേ വാഗ്ദാനങ്ങൾ, സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ വാഗ്ദാനങ്ങൾ അവിടെ വെച്ച് നടത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ്റെ ഭാഗമായി ചെയ്തു കൊടുത്തു. ഒടുവിൽ അവിടെ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര സന്ദർശനം പതിവാക്കി. അവിടെ ഒരു രാജാവിനെ പോലെ മുണ്ടും നേരിയതും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുക, എന്നിട്ട് കാൽനടയായി പോവുക. ആരെങ്കിലും ദേഹത്ത് സ്പർശിക്കാൻ വന്നാൽ അവരുടെ കൈ തട്ടി മാറ്റുക. രാജാവിനല്ലേ, രാജാവിന് വഴിമുടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സുരേഷ് ഗോപി അവിടെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡുമായി, തിരുവമ്പാടി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദത്തിലേക്ക് പോകുന്നു. മുൻപെങ്ങും സംഭവിക്കാത്ത വിധം അവിടെ പൂരം കലങ്ങുന്നു, അല്ലെങ്കിൽ പൂരം കലങ്ങിയതായി സുരേഷ് ഗോപി വരുത്തി തീർക്കുന്നു. അവിടുത്തെ തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷൻ്റെ വണ്ടിയിൽ പകുതി വഴി വരെ വരുന്നു. അതിനുശേഷം അവിടെ നിന്ന് സേവാഭാരതിയുടെ ആംബുലൻസ് വിളിച്ച് ഇവിടേക്ക് വരുന്നു, പൂരനഗരിയിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ ഇടപെട്ട് എല്ലാ പൂരത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കി എന്നുള്ള തരത്തിലേക്ക് അതിനെ വരുത്തി തീർത്ത് അതിനെ വോട്ടാക്കാൻ ശ്രമിക്കുന്നു. മതചിഹ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം, കുൽസിത ശ്രമം ആണ് നടന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് കേസായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ കയറിയിട്ടില്ല, ആംബുലൻസിൽ കയറിയിട്ടില്ല, പിണറായി ഒറ്റത്തന്തയ്ക്ക് പിറന്നവരാണെന്നുണ്ടെങ്കിൽ CBIക്ക് അന്വേഷണം വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാചാടോപമായിരുന്നു അദ്ദേഹത്തിൻ്റെ.
അപ്പോൾ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു ഹൈക്കോടതിയിൽ. എന്താണ് പറഞ്ഞത്? തിരുവമ്പാടി ദേവസ്വം കൂടി അതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സുരേഷ് ഗോപിക്ക് 10 വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി കളിച്ച നാടകമായിരുന്നു പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. സംഘപരിവാറിന് വേണ്ടി, BJPക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നയം സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. നാളിതുവരെയായി സുരേഷ് ഗോപി അവിടെ ജയിച്ചു പോയതിനു ശേഷം എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതായി നമുക്കറിവുണ്ടോ? എന്തിനേറെ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി എന്താണ് സുരേഷ് ഗോപി ചെയ്തു തന്നിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടാക്കി തരാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുമില്ല. അപ്പം സുരേഷ് ഗോപിക്കെതിരെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു ഹർജി വന്നത് പരിഗണിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ്. സുരേഷ് ഗോപിക്ക് MP സ്ഥാനം അവിടെ നിന്ന് അത് അസാധുവാക്കണം എന്നുള്ളതാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. കാരണം ഇങ്ങനെ മതപരമായി ജനങ്ങളെ ചൂഷണം ചെയ്യുക, രാമൻ്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കുക, ഇത് കേരളമാണ്, ഇറ്റ്സ് നോട്ട് അതർ സ്റ്റേറ്റ്സ് ലൈക്ക് ഉത്തർപ്രദേശ് ഒന്നുമല്ല നമ്മുടെ സംസ്ഥാനം, കേരളമാണ്. ഇത് തിരിച്ചറിയാൻ സുരേഷ് ഗോപിക്ക് വിവേകബുദ്ധിയില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. മതം പറഞ്ഞുകൊണ്ടും ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തിക്കൊണ്ടും അടുപ്പിച്ച് നിർത്തിക്കൊണ്ടും എത്ര കാലമാണ് ഒരു MP എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ജീവിക്കാൻ കഴിയുക? ഇനി വരാൻ പോകുന്ന ഇത്തവണത്തെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇനി എത്രത്തോളം എനിക്ക് കണ്ണൂരിങ്ങി തരണമെന്നോ കണ്ണൂർ എടുക്കണമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പോയിരുന്നാലോ, അല്ലെങ്കിൽ ഏത് ജില്ല എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നാലോ ഇനി അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം വയനാടുകാരോട് സുരേഷ് ഗോപി ചെയ്ത ഒരു വലിയ ചതിയുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിനോട് കൂടെ നരേന്ദ്രമോദി ഇവിടെ വന്ന് മുതലക്കണ്ണീർ പൊഴിച്ചിട്ട് തിരിച്ചു പോയൊരു സമയമുണ്ടല്ലോ, ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നതിന്. ആ സമയത്ത് സുരേഷ് ഗോപി ഒപ്പം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനെ പറഞ്ഞ് നിങ്ങൾ പോയി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാൻ പറയുന്ന ഒരു കേന്ദ്രമന്ത്രി, അങ്ങനെയുള്ള കേന്ദ്രമന്ത്രിമാരെ നമുക്ക് ആവശ്യമില്ല. അത്തരത്തിലുള്ള MP-മാരെ നമ്മുടെ കേരളത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് അപ്പം ഇത്തരത്തിൽ കാണിച്ച അനീതിയും അക്രമവും നമ്മൾ ഒരിക്കലും പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല. പൂരം കലക്കൽ എന്ന് പറയുന്നത് സ്വന്തം ലാഭത്തിന് വേണ്ടി, ആലോചിച്ച് നോക്കുക, പനിക്ക് 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി പൂരം പോലെയുള്ള സാംസ്കാരിക പ്രസക്തിയുള്ള ഒരു ഉത്സവം കലക്കാൻ നടത്തിയ കുടില ശ്രമങ്ങളും കേരളത്തിൽ പതിയെ പതിയെ തെളിഞ്ഞു വരും. അവിടേക്ക് സേവാഭാരതിൽ ആംബുലൻസിൽ വന്നത് ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റുകളുടെ പുറത്തു നിന്നുകൊണ്ട് ജനങ്ങളെ മതപരമായി സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് അനാവശ്യമായ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു, പണം ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യുന്നു തുടങ്ങിയ എന്താ പറയുക, ഇതിനെയൊന്നും പെരുമാറ്റച്ചട്ട ലംഘനം തന്നെ നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരിക്കലും സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത്ഭുതമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ.